നമസ്കാരം. നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്, കൊറ്റനാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. നമ്മളിവിടെ ചാന്തോലിൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നാണ് കേട്ടോ, ഒരു വാർഡിൽ വന്നാണ്. ഇവിടെ മത്സരത്തിന് മുൻപ്, വോട്ടെടുപ്പിന് മുമ്പ് നമ്മളൊരു കാര്യം പറയാണ്, ഇവിടെ സുനിതയെ ജയിക്കും, സുനിത മാത്രമേ ജയിക്കൂ. അതെന്താണെന്നല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ചാന്തോലിൽ സുനിത മാത്രമേ ജയിക്കൂ, അതിനിപ്പോൾ വോട്ടെണ്ണേണ്ട കാര്യമൊന്നുമില്ലെന്നേ. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെയല്ല, പക്ഷേ ഏത് സുനിത എന്നുള്ളതൊരു കൺഫ്യൂഷനുണ്ട്. ഇതൊരു സുനിതയാണ്. സുനിത UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി. ഓക്കെ, ഇവിടെ എൻ്റെ പേര് സുനിത AK, ഞാൻ BJP സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥി. എൻ്റെ പേര് സുനിത NK, ഞാൻ UDF സ്ഥാനാർത്ഥി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരമാണോ? തീർച്ചയായിട്ടും. ഒരേ പേരായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഇത് അറിയപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമായിട്ട് മാറി. നിങ്ങളിൽ 3 പേരിൽ ആരാ ആദ്യ സ്ഥാനാർത്ഥിയായി വന്നത്? ഒരു ദിവസം മുമ്പ് നിങ്ങളാ? പക്ഷെങ്കിൽ ഞാൻ ഇന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ 3 പേരുടെയും പേര് ഒരുപോലെ ഇൻഷ്യലിൽ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. വ്യത്യാസമേ ഉള്ളൂ. LDF പറഞ്ഞു നമുക്ക് ഈ പേരുള്ള ആളിനെ മതി അങ്ങ് തീരുമാനിച്ചു. അങ്ങനെയല്ല, ഇത് പാർട്ടി തീരുമാനിച്ചതാണ്. പാർട്ടിക്ക് ഒരാളെ നിർത്തണമെന്ന് ഉള്ള തീരുമാനത്തിൽ തന്നെ എടുത്തതാണ്, അല്ലാതെ പേര് കണ്ടല്ല. നേരത്തെ UDFന്റെ വാർഡായിരുന്നു ഇത്, പിന്നീട് അത് LDFിലേക്ക് പോയി, പിന്നെ BJPയിലേക്ക് പോയി. അപ്പം UDFന് ഒരു പ്രതീക്ഷ, നല്ലൊരു പ്രതീക്ഷയുണ്ട്, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നാട്ടുകാർ മുഴുവനും. ഇവിടെ നമ്മുടെ വാർഡ് ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന വാർഡാണ്. അപ്പോൾ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോടൊപ്പം അവരുടെ ഏത് ആവശ്യത്തിനും അവരോടൊപ്പം നിൽക്കാനും ഇതിന് മുമ്പ് സനൽ മെമ്പർ ആയാലും അവരോടൊപ്പം എല്ലാ ആവശ്യത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ടും കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ട്. അതിന് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ മിഷൻ പ്ലാനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും വേഗം തീർത്ത് അതാണ് എൻ്റെ ലക്ഷ്യം, അവർക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളത്തിൻ്റെ കാര്യം എത്തിച്ചു കൊടുക്കാനായിട്ട്. LDFന്റെ ഒരു പ്രതീക്ഷ എന്താ? കൈവിട്ടു പോയതാണ്, പിടിച്ചെടുത്തേ പറ്റൂ, പിടിച്ചെടുക്കും. അതാണ്, ഫുൾ സ്ട്രോങ് ആണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ 3 പേരും നേരത്തെ നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ മക്കൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മൂത്ത മോന് 10ലാണ്, ഇളയാളാണ് ഇളയ മോനും സുനിതയുടെ മോനോടാണ് ഒരു സ്കൂളിൽ പഠിക്കുന്നത്. PTA മെമ്പർമാരാണ് അപ്പോൾ രണ്ടാളും? ഞാൻ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ പൊരിഞ്ഞ പോരാട്ടമാണ് അല്ലേ? വോട്ട് ചെയ്യാൻ പോയി പറയും എൻ്റെ പേര് ശ്രദ്ധിക്കണം, പേര് ശ്രദ്ധിച്ച് ആ പേരിന് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറയും. ഇതിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞങ്ങൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ചിഹ്നം വിട്ടുള്ള ഒന്നുമില്ല, ചിഹ്നമാണ് ഞങ്ങൾക്ക് മുഖ്യം. പേരിൽ കാര്യമേ ഇല്ല, ചിഹ്നമാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ആദ്യം പേരായിരുന്നു പ്രശസ്തിയായത്. സുനിത എന്നൊരു പേരാണ് ഈ കൊറ്റനാട് പഞ്ചായത്തില് ചാന്തോലി എന്ന വാർഡിനെ പ്രശസ്തിയിലെത്തിച്ചത്. പക്ഷേ ആ പേരിന് ഇപ്പോൾ ഒരു മുൻതൂക്കം കുറച്ചിട്ട് ഞങ്ങൾ ചിഹ്നത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അപ്പോഴും നമ്മൾ പറയുന്നു ചാന്തോലിൽ സുനിത മാത്രമേ വിജയിക്കൂ.